ഉരുൾപൊട്ടി സർവ്വതും നഷ്ടപ്പെട്ട ചൂരൽമല നിവാസികൾ ഉള്ളുപൊട്ടിയാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ താമസിക്കുന്നത്. തലചായ്ക്കാൻ അടച്ചുറപ്പുള്ളൊരു വീടും ഉപജീവനത്തിന് ഒരു തൊഴിലുമാണ് അവരുടെ പ്രധാന ആവശ്യം. ഒന്നുമില്ലാതെ ഉരുൾപൊട്ടലിൽ നഷ്ടപ്പെട്ടവർക്ക് വീടൊരുക്കാൻ ആവശ്യമായ സാധന സാമഗ്രികളും സർക്കാർ സമാഹരിച്ചു നൽകണം. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ സ്വന്തം വീടുകളിൽ നിന്ന് അർദ്ധരാത്രിയിൽ ഓടിപ്പോകുന്ന മനുഷ്യരാണ്. അവരുടെ ഇരുളിലേക്ക് വെളിച്ചം വീശിയേ മതിയാക്കും. അധികം താമസിയാതെ ക്യാമ്പിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. ഒരു വാടക വീട് ഒരുക്കാനാണ് സർക്കാർ ശ്രമം. വാടക വീട്ടിൽ എത്ര കാലം കഴിയണമെന്നത് മാത്രമല്ല, അത്രയും വാടക സർക്കാർ അനുവദിക്കുമോ? മരണം വെറും കൈയോടെ ഇറക്കിവിട്ടവർക്ക് ജീവിതം തിരിച്ചുപിടിക്കാൻ ആശങ്കകൾ ഏറെയാണ്. നമുക്ക് വാടക കൊടുക്കാനൊന്നും നമ്മളടുത്ത് പൈസ ഇല്ലല്ലോ മോനെ. അതുകൊണ്ട് ഗവൺമെൻറ് എന്തെങ്കിലും ഒരു സംവിധാനം നമുക്ക് ചെയ്തു തരണം. ഐഡൻറ്റിറ്റി എല്ലാം ഉണ്ടായിരുന്നതാണ്, എല്ലാം എടുത്ത് ആകെ ഒരു 500 റുപ്യ ഉണ്ടായുള്ളൂ ഗുളിക മേടിക്കാൻ വേണ്ടി. അതെല്ലാം വെള്ളത്തിലേക്ക് പോയി. ഇനി ആരോഗ്യ ഇൻഷുറൻസ് ഒക്കെ കിട്ടൂല മോനെ? എല്ലാം കിട്ടും കേട്ടോ. വാടക വീട്ടിൽ നിന്ന് സ്വന്തമായ ഒരു കൂരയിലേക്ക് എന്നും മാറാനാകും. അത്യാവശ്യം സൗകര്യങ്ങളുള്ള കുടുംബത്തിന് പെരുമാറാനാകുന്നൊരു വീട്. ആയുഷ്കാലം സമ്പാദിച്ചതെല്ലാം കൺമുമ്പിലൂടെ കുത്തിയൊലിച്ചു പോയവർക്ക് ആശ്വാസത്തിന്റെ നല്ല വാർത്തകൾ ഇനിയും വന്നിട്ടില്ല. 4-6 കുടുംബമുണ്ട്. ഇതിൽ 3 കുടുംബം വേറെ വേറെ. ഇതിൽ 6 ഒരുപോലെ വീട് കിട്ടിയാൽ അത്രയ്ക്ക് നമ്മൾ ഇന്ന് കാണുന്നവർ നാളെ കാണും. അങ്ങനെയാണ്, ഒരുമിച്ച് കിട്ടിയാൽ നല്ല കൊള്ളാം. ഉച്ചവരെ നഷ്ടപ്പെട്ടതിന്റെ വേദന, ഉള്ളതെല്ലാം മണ്ണടിഞ്ഞതിന്റെ നിരാശ, പ്രകൃതിയുടെ ഔദാര്യമായി തിരിച്ചു കിട്ടിയ ജീവനും മുറുകെ പിടിച്ച് ജീവിതത്തെക്കുറിച്ചുള്ള കുറേ ആശങ്കകളുമായി കഴിയുന്നവരുടെ കൂടാരത്തിന്റെ പേരാണ് ദുരിതാശ്വാസ ക്യാമ്പ്. അവിടെ നിന്നുള്ള എല്ലാ കഥകളും പുറം ലോകം കേൾക്കില്ല. അവിടെ മാധ്യമങ്ങൾക്ക് വിലക്കുണ്ട്. വി എസ് രഞ്ജിത്ത്, റിപ്പോർട്ടർ, കോഴിക്കോട്.